ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ ഒന്നിച്ചുറങ്ങിയില്ലേ ഒന്നിച്ചുണർന്നില്ലേ ഒന്നറിഞ്ഞില്ലേ നമ്മൾ എന്നാലും ഈ നമ്മൾ പിരിയണമെന്നാലോ കയ്യൊപ്പു നൽകാതെ വിട ചൊല്ലുമെന്നാലോ മറന്നൊന്നു പോകാനാകുമോ? ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ തോളുരുമ്മി വന്നീ നമ്മൾ ആദ്യമായി നാം തമ്മിൽ കണ്ടോരാ നാളെന്നിൽ പുലരുന്നു വീണ്ടും നിൻ ചിരിയോടെ നിർമ്മലം നിൻ കണ്ണിൽ നിറഞ്ഞന്നു കണ്ടു ഞാൻ ഇളം വെണ്ണിലാവെന്റെ തളിർമാല്യം കൺമണി നിന്മയിൽ മഞ്ഞടിയും നാളിൽ പൊൻവെയിലിൻ തേരിൽ ഞാനോ പവനരുളി നിന്നിൽ തമസകത്തേണമേ അനുപമ സ്വാമീപ്യദീപ്തിയാലേ ആശുഭ സാഫല്യം നേർത്തു പോകാതെന്നും ആയുരാരോഗ്യവും തന്നിടേണേ നീ ആയുരാരോഗ്യവും തന്നിടേണേ അന്തരാത്മാവിലെ തമസകത്തേണമേ അനുപമ സ്വാമീപ്യദീപ്തിയാലേ ആശുഭ സാഫല്യം നേർത്തു പോകാതെന്നും ആയുരാരോഗ്യവും തന്നിടേണേ നീ ആയുരാരോഗ്യവും തന്നിടേണേ നീ ആയുരാരോഗ്യവും തന്നിടേണേ. മഹത് വ്യക്തിത്വം. ആലിശ്ശേരി AMUP സ്കൂൾ വെട്ടത്തിൻ്റെ പൂർവ്വവിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ തിരികെ എന്ന പേരിൽ ഒരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ ഒന്ന് ഒത്തുചേർന്നു ആ കൂട്ടുകാർ സഹപാഠികൾ ഒത്തുചേർന്ന് വിവിധ പരിപാടികൾ അവതരിപ്പിച്ച് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ച് ഭക്ഷണം കഴിച്ച് പിരിയാറാണ് സാധാരണയുള്ള സംഘടനകളൊക്കെ ചെയ്യാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സ്കൂളിൻ്റെ പൂർവ്വവിദ്യാർത്ഥി സംഘടന ഒരു വെട്ടത്ത് നാടിൻ്റെ ഒരു സാംസ്കാരിക ഒരു മേഖലയിൽ അതുപോലെ മറ്റു മേഖലകളിലുമൊക്കെ സജീവമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ടാണ് കുറച്ച് കാലങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പൂർവ്വവിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വം വഹിക്കുന്നത് IP മുനീറിൻ്റെയും MS ബിനോയുടെയും അതുപോലെ CM വഹാബിൻ്റെയും നേതൃത്വം. ഈ ഉദ്ഘാടന സെക്ഷനിൽ നമുക്കൊരു അതിഥിയായിട്ട് കിട്ടിയിട്ടുള്ളത് റിൻഷ എന്നാണ്. വ്യത്യസ്ത കഴിവുള്ള കുട്ടിയാണ്. വിദ്യാർത്ഥി മൗലാന കോളേജ് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഉയർന്ന സ്കോളർഷിപ്പൊക്കെ ലഭിച്ചിട്ടുള്ള കുട്ടികൾ അവരെ ആദരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഉന്നത വിജയമോ അല്ലെങ്കിൽ പ്രത്യേകമായ ഏതെങ്കിലും രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് ഇതിൽ ആദരം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ അവസാനം
ഒരു മെഗാ മ്യൂസിക് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കടക്കാം, കാരണം ഒരുപാട് സമയം ഇനി അതിനുവേണ്ടി നഷ്ടപ്പെടുത്തുന്നില്ല. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഈ സമയം വരെ കൂടെ നിന്ന് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന PP നാസർ കെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നൗഷാദ്, നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായിട്ടുള്ള റിൻഷ, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് മെമ്പറായിട്ടുള്ള OSAയുടെ ശംസുമാഷ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ മാതിരി തന്നെ OSAയുടെ മുഖമായിട്ടുള്ള തങ്കമണി, ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ വെട്ടം പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള അബ്ദുള്ളക്കുട്ടി, ഷിജു, ആബിദ, രാധ, OSAയുടെ പ്രസിഡന്റായിട്ടുള്ള ജലീൽ, OSAയുടെ PTA പ്രസിഡന്റായിട്ടുള്ള ജലീൽ, OSAയുടെ പ്രസിഡന്റ് സെക്രട്ടറി ബിനോയ്, ഇവരെല്ലാവരെയും ആദ്യമായി ഈ ഇത്രയും നല്ലൊരു പരിപാടിയുടെ മുഖ്യ സംഘാടകരായിട്ട് പ്രവർത്തിക്കുന്നവരെല്ലാവരെയും ഈ പരിപാടിയിൽ എത്ര അഭിനന്ദിച്ചാലും മതി വരും. അതായത് പറയുമ്പോൾ ജനപ്രതിനിധി എന്ന രീതിയിലല്ല, ഒരു OSA ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ നമ്മുടെ വെട്ടത്തുനാടിൻ്റെ ഒരു പൊതു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ സ്വാഗതം പറഞ്ഞ ഷംസു പറഞ്ഞ മാതിരി തന്നെ നമ്മളെല്ലാവരും ഒരു നാട്ടിൻ്റെ പൊതു കൂട്ടായ്മയാണ്. ഒരു സ്കൂളിൻ്റെ പേര്, പൂർവ്വ വിദ്യാർത്ഥികളുടെ പേര് നമ്മൾ ഈ മുറ്റത്ത് തിരികെ എന്ന ഈ പരിപാടിയിൽ ഒന്നുകൂടി ഒത്തുചേരുന്നു. മുഖ്യമായി നമ്മുടെ മുഖ്യ അതിഥിയായിട്ടുള്ള നമ്മുടെ റിൻഷാബോൺ കുട്ടി ദേശീയ പുരസ്കാര ജേതാവാണ്. മോള് വളരെ വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നന്നായി പാടും, നന്നായി സംസാരിക്കും. നമ്മുടെ മകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾ വഴിമാറി കൊടുക്കുക ഉന്നതം എന്നതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഔപചാരികയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൗഷാദിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അതേപോലെ തന്നെ ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായിട്ടുള്ള PP നാസർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനർ ഷംസുമാഷ്, കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ബിനോയ്, അതേപോലെ തന്നെ ഷംസുമാഷ്, മറ്റു ഇതിനുവേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രോഗ്രാമുകളും അതിൻ്റെതെല്ലാം ഗ്രൂപ്പുകളിൽ അവതരിപ്പിക്കുകയും അതിൻ്റെ എല്ലാ ചുമതലകളും സ്വയം ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ കൂടെ പഠിച്ചിരുന്ന സഹപാഠികളായിട്ടുള്ള ആളുകൾ വളരെ വിരളമാണ്. അത് ബോയ്സിൻ്റെ ഭാഗത്താണെങ്കിലും ഗേൾസിൻ്റെ ഭാഗത്താണെങ്കിലും ആളുകളുടെ എണ്ണം കുറവായിട്ടാണ് തോന്നുന്നത്. സമീപത്ത് താമസിക്കുന്ന ആളുകളെ പോലും കാണുന്നില്ല എന്നുള്ളത് ചില പ്രയാസം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നമ്മൾ അവർക്ക് കൂടി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതും ആ സൗഹൃദം പുലർത്തുന്നതിനൊക്കെ വേണ്ടി തന്നെയാണ് നമ്മൾ ഇത്തരം ഈ പരിപാടികളെ സംഘടിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും ഇവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളൊക്കെ ഈ കലാലയ മുറ്റത്ത് എത്തുമ്പം നമ്മളൊക്കെ ഏകദേശം ഒരു 30 വർഷം 40 വർഷം പിന്നോട്ട് പോയി. ആ ഒരു ഗൃഹാതുരത്വം നമ്മുടെ മനസ്സിൽ വിളയാടുന്ന ഈ ഒരു അവസരം നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഞാൻ ഫോറിൻ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ സോഷ്യോളജി സ്റ്റുഡൻ്റ് ആണ്. എന്നെ ഈ പ്രോഗ്രാമിന് ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വിനോദ് സാറാണ്. ഈ ആലുശ്ശേരി LUP സ്കൂളിലെ OSA സംഘടിപ്പിക്കുന്ന തിരികെ എന്ന ഈ പ്രോഗ്രാമിന് ആദ്യം തന്നെ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. എല്ലാവർക്കും ഒത്തുചേരാനൊരു വേദി ഒരുക്കി കൊടുത്തതിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. മാത്രമല്ല
ഞാൻ ബെസ്റ്റ് ക്രിയേറ്റീവ് ചൈൽഡിനുള്ള ദേശീയ അവാർഡ് രാഷ്ട്രപതിയിൽ നിന്ന് 2021 തോന്നുന്നു നേടിയത് എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ്, നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള യങ് സയന്റിസ്റ്റ് എന്ന ഒരു കോംപ്ലിമെന്റ് എനിക്ക് നേടിത്തന്നത് അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന വെങ്കയ്യ സാറാണ്. അങ്ങനെ ഒരു എന്താ പറയാ ഒരു കാര്യത്തിന്റെ കൂടെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചു. ഒരു കുട്ടി ശാസ്ത്രജ്ഞയോടെയാണ് ഞാൻ. അപ്പോ എന്താ പറയാ, നിങ്ങള് ഒരുപാട് സംസാരം ഇവിടെ കേട്ടു. നീലക്കുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കൂപ്പലെന്ന് വെളുത്ത് വെത്തിടപ്പറ്റവുമാ താരെ തളിച്ചു കയറി ദൂരത്തിൽ പോകലൂരിയോ താരക്കുളുക്കുള്ളൊരാ ചെറുപ്പും വെത്തിയ ചെല്ലത്തിലോ ഒരുപാട് ഓർമ്മകള് നിങ്ങളുടെ സൗഹൃദങ്ങളും കുഞ്ഞു എന്താ പറയാ വിത്തൗട്ട് സ്ക്രീൻ. അപ്പം നമ്മള് സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാല് ഒരുപാട് വിശേഷങ്ങള് പറയാനുണ്ടാവും അല്ലെ. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ സ്കൂളിൽ നടന്ന സംഭവങ്ങളൊക്കെ പറയും. കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, മുളിക്കൊണ്ടിരിക്കും. അപ്പൊ കുട്ടി ഞാൻ എന്താ പറഞ്ഞത് വെച്ച് അല്ലെങ്കിൽ അമ്മ ചോദിച്ചാല് ഉച്ചക്ക് എന്താ പറഞ്ഞിരുന്നത്, ഞാൻ ഇവിടെ ഒരു ഇത് കണ്ടപ്പോ ഞാനത് ശ്രദ്ധിച്ചില്ല അല്ലേ. അപ്പൊ ദേഷ്യം വരും. അപ്പൊ നമ്മുടെ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് ഒരു സ്ക്രീൻ മാറ്റി വെച്ചുകൊണ്ടായിരിക്കണം അവർക്കുള്ള ആ ക്വാളിറ്റി ടൈം. അത് കുട്ടികളോട് തന്നെയല്ല, പരസ്പരം വീട്ടിലെല്ലാവരും ആ ഒരു കാര്യം ശീലിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ ഒരു ജനറേഷനിൽ നമുക്ക് അറിയാം, ലഹരിയുടെയൊക്കെ ഉപയോഗം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇഷ്ടപ്പെടുന്നില്ല? ബോറടിക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആവാത്ത എന്തെങ്കിലും ഉണ്ടോ?
താഴെ നിന്ന് എനിക്കൊരു റെസ്പോൺസും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, അത്തരം ലഹരിയുടെ ഉപയോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ലിസണിങ് എന്നുള്ള ഒരു പ്രോസസ്സ് വളരെ കുറവാണ്. കാരണം അത് ആരുടെയും കുറ്റമല്ല, പക്ഷെ നമുക്ക് അതിനുള്ളൊരു സമയം നമ്മൾ അറിയാതെയോ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിന്റെയും സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു ഉപയോഗം നല്ലതാണ്. അതുകൊണ്ട് ഒരുപാട് മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. ഒരു കോയിന്റെ 2 വശങ്ങൾ പോലെയാണ് അത്. അതിന്റെ ഗുണങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പം ChatGPTയുടെ കാര്യം മുതിർന്നവർക്ക് തന്നെ അറിയുന്നുണ്ടാവും. അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മില്യൺ കണക്കിന് പ്രോംപ്റ്റുകളാണ് അതിലൂടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാട്ടും കൂടെ പാടിയിട്ട് ഞാൻ ഈ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. വേറെ ജീവൻ ഏതു കാലക്കേടില്ലടോ, ലോല വായോ പോകാം ലോകം കാണാം തേരാ പര. ഞെട്ടി ഹൃദയം പൊട്ടി വഴിയും തെറ്റി വിടത്തി ചുറ്റി നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണികെട്ടി. ഏർമനാതെ ഒരു പൂതരാമോ, ഏർമനാതെ ഒരു കാൽത്തരാമോ, ശ്രീലക്ഷ്മിക്ക് അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി റിൻഷ മോളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ചന്ദന ശ്യാം, മുഹമ്മദ് ഇസ്മായിൽ, അർജുൻ കെ, അഗ്നി, ശിവരഞ്ജിനി, മെഡിക്കൽ കുട്ടിക്ക് ആദരം നൽകുന്നതിന് വേണ്ടി അനാമിത്ര പിക്കും ഷിജു മെമ്പർ സ്നേഹോപഹാരം നൽകും. അനാമിത്ര പി സ്നേഹാദരം. അനാമിക വിക്ക് സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിന്റെ PTA പ്രസിഡന്റ് ജലീൽ അബ്ദുൽ ജലീൽ യു. അടുത്തായി ആഗ്നേയ് സിവിക്ക് ആദരം നൽകുന്നതിന് വേണ്ടിയിട്ട് രാജി ടീച്ചറുടെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഹാദിയ ആദരം IP മുനീർ OSD സെക്രട്ടറി. ധ്യാൻ കൃഷ്ണ ഉപഹാരം നൽകുന്നു. ശ്രീ അഭയ് കൃഷ്ണ കെ. ശ്രീ ആർദ്ര പി. ശ്രീ റഷീദ് ബസിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
കൃഷ്ണാഞ്ജന KP പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ജിബിൻ ഷാ മാലാടി നമ്മുടെ മാലാടി അലിക്കയുടെ മകളാണ്. അലിക്കാക്ക സ്ഥലത്തില്ലെങ്കിൽ മജീദ് മാലാടി. ഇതിന്റെ പടവുകൾ ഇറങ്ങിപ്പോയ എല്ലാവർക്കും ഈ നാടിന് തന്നെ അഭിമാനമായ ഈ നേട്ടം കൈവരിക്കുന്നതിന് കാരണമായ ഇവിടുത്തെ എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സ്നേഹത്തോടെ മഹാത്മമായി അഭിനന്ദിക്കുകയാണ്. ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കയ്യടി നൽകാം. ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട രാജി ടീച്ചറെ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയാണ്, ഇപ്പോൾ ഈ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപികയാണ്. അതുപോലെ തന്നെ അതോടൊപ്പം ഈ നേട്ടത്തിന് പിന്നിൽ കരുത്തായി നിന്നുകൊണ്ട് നിശബ്ദ സാന്നിധ്യമായി നിന്നുകൊണ്ട് നിശബ്ദ വിപ്ലവം തീർത്ത നമ്മുടെ പ്രിയപ്പെട്ട റഷീദ് മാഷ്, ഇവർക്ക് ഉപഹാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ നൗഷാദ് അലിയാജിയുടെ സ്നേഹത്തോട് അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള അധ്യാപിക അജിത ടീച്ചർ, ഞാൻ അജിചേച്ചിനെ വിളിക്കാറ് അറിയുന്നവർക്ക് അജിത ടീച്ചർ, അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിൽ അധ്യാപകരുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ കടന്നു വരുന്ന അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ വളരെ അഭിമാനത്തോടു കൂടിയുള്ള നേട്ടമാണ് ഈ വിദ്യാലയത്തിൽ കൈവരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന തലത്തിൽ മികവ് സീസൺ 5 ഗണിതമിത്രം പുരസ്കാര നിറവിൽ വെട്ടം നൗഷാദ് നെല്ലാഞ്ചേരി അഭിമാനത്തോടുകൂടി ഞങ്ങൾ അർപ്പിക്കുന്നു. വെട്ടം AUP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആദരം. താങ്ക് യു. ഒരു ഏകദേശം 46 പേരുകളിൽ നിന്ന് തിരഞ്ഞെടുത്തതാണ് തിരികെ എന്ന പേര്. ഒരു 2 ആഴ്ച നീണ്ടു നിന്ന സമയം കൊടുത്തുകൊണ്ട് മത്സരം നടത്തി OSAയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഈ തിരികെ എന്ന പേര് നിർദ്ദേശിച്ചു. അറിയുമോ? അറിയുമോ? ഇല്ല. ഞാൻ പറയാം. മുതിർന്ന ആളാണ്, നമ്മുടെ മുൻനിരയിൽ ഇരിക്കുന്നുണ്ട്. പറയാൻ പറ്റുമോ? ഇല്ല. ലക്ഷ്മണേട്ടൻ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന AK കൃപാധരൻ തിരികെ എന്ന പേര്, സുന്ദരമായ പേര്, നമ്മുടെ നാട്ടിലാകെ പരന്ന പേര് നിശ്ചയിച്ച കൃപേട്ടന് സ്നേഹാദരം നൽകാൻ PP ഷംസു മാസ്റ്റർ, ജനറൽ കൺവീനർ സ്വാഗത സംഘം, OSAയുടെ നാടീപിടിപ്പായിട്ടുള്ള ഷംസു മാസ്റ്ററുടെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി കൈയടിക്കണം. റിൻഷമോൾക്ക് ആദരം. റിൻഷയുടെ ഉമ്മയും ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. റിൻഷമോളുടെ കരുത്ത് ഞങ്ങൾ ഉറപ്പുണ്ട് നിങ്ങളാകുമെന്ന് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. റിൻഷമോളുടെ ഉമ്മ കടന്നു വരുമോ പ്ലീസ്? നമ്മുടെ ഈ ആദരം നൽകാൻ വേണ്ടി നമ്മുടെ ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ PP നാസർ കെയോട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PP നാസർ കെയോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. റിൻഷമോൾക്ക് ആദരം നൽകുന്നു. കൈയടിക്കോ. ഒത്തൊരുമിച്ച് ഒരു പരിപാടി നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ OSAയുടെ മുഴുവൻ അണിയറ പ്രവർത്തകർക്കും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ കൃത്യമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാൻ വരാറ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില ബാല്യത്തിൻ്റെ ഓർമ്മകൾ ഈ സമയത്ത് നമുക്ക് കൂടെ പിടിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ കൂടുതൽ സഹപ്രവർത്തകരായിട്ടുള്ള മെമ്പർമാരുണ്ട്. അതിൽ ഓരോരുത്തർക്കും ഇതിനുള്ള ഹൃദ്യംഗമായിട്ടുള്ള ആശംസകൾ അറിയിക്കുന്നു, നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നു നിർത്തുന്നു. നന്ദി. ജയ്. അധ്യാപിക രാജി ടീച്ചർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് 2 വാക്ക് സംസാരിക്കും. ടീച്ചറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സദസ്സിലിരിക്കുന്ന പ്രിയരെ, അതായിരിക്കും നല്ലത്. വളരെ സന്തോഷം തോന്നുന്നു.
തിരികെ എന്ന ഈ പരിപാടി കുറേ വർഷങ്ങൾക്കപ്പുറം തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു 105ഓളം വർഷം പഴക്കമുള്ള നമ്മുടെ വിദ്യാലയം ഒരു മുതുമുത്തശ്ശിയാണ്. ആ മുതുമുത്തശ്ശിയുടെ ഈ കെട്ടുമട്ടും ഒക്കെ ചിലപ്പോൾ മാറിയെന്നിരിക്കണം, കെട്ടിടങ്ങൾ വന്നെന്നിരിക്കണം. പക്ഷേ ഈ മണൽത്തരി പഴയത് തന്നെയാണ്. ഇവിടെ എത്തുമ്പോൾ ഈ പഞ്ചാര മണലിൽ ഇരിക്കുമ്പോൾ ആ കുട്ടിക്കാലത്തിൻ്റെ മാധുര്യം നമ്മൾ അറിയാതെ തന്നെ നമ്മെ തേടി വരുന്നുണ്ടല്ലേ. എനിക്ക് തോന്നുന്നു എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരില് ബീനയുണ്ട്, അതുപോലെ പോലെ സുനിലുണ്ട്, അതുപോലെ എണ്ണമറ്റ് സൈബിട്ടാത്ത എല്ലാവരും ഒരുപാട് പേര് പ്രിയപ്പെട്ടവരായിട്ട് മുന്നിലുണ്ട്. അതുപോലെ കുറേ ഓർമ്മകളും. എനിക്ക് തോന്നുന്നു ഒരു 2.5 വയസ്സിൽ ഈ വിദ്യാലയത്തിൽ എത്തിയതാണ് ഞാൻ. അതായത് കൊച്ചിലെ നടന്നു പഠിച്ച ഇടമാണ് ഈ വിദ്യാലയാങ്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെ ഒരു സാന്നിധ്യം വഹിക്കുമ്പോഴും ആ വിദ്യാലയത്തെ ചേർത്ത് പിടിക്കാൻ എനിക്ക് സാധിക്കുന്നു. വിദ്യാലയം എന്നെയും എല്ലാ ദുർഘടാവസ്ഥകളിലും എന്നെയും ചേർത്ത് പിടിക്കുന്നു. ഇതിൽ വരെ ഞാൻ എന്താ പറയുക, ഈ വിദ്യാലയം അത്രത്തോളം മധുരതരമാണ്. ആ മധുരം തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താണ് ഈ നാടിനെ തിരിച്ചു ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്കിനി 2 വർഷം കൂടിയുണ്ട്. ആ 2 വർഷത്തിനിടയിൽ എൻ്റെ വിദ്യാലയത്തെ, നമ്മുടെ വിദ്യാലയം എന്താണ് മുന്നോട്ട് വെക്കേണ്ടത് എന്ന് ഓരോ ദിവസവും ചിന്തിച്ചുകൊണ്ടാണ് എൻ്റെ ഉറക്കം പോലും. സ്കൂള് ഈ ദിവസം നിങ്ങളോടെല്ലാം സ്നേഹവും ഒന്നേ ചോദിക്കുന്നുള്ളൂ, നിങ്ങളുടെ പിന്തുണ മാത്രം. നിങ്ങളെ എപ്പോഴും സ്കൂളിനോടൊപ്പം, സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പങ്കാളിത്തമായിട്ട്, അതുപോലെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയായിട്ട് നിങ്ങളൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസമുണ്ട്. എല്ലാ ആശംസകളും OSAക്ക് നേരുന്നു. എന്ന ഈ പ്രോഗ്രാമിലെ അധ്യക്ഷൻ PP നാസർ, അതുപോലെ തന്നെ OSAയുടെ പ്രസിഡന്റ് സെക്രട്ടറി MS ബിനോയ്, IP മുനീർ, വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപിക രാജി ടീച്ചർ, പഞ്ചായത്ത് മെമ്പർമാർ, അബ്ദുള്ള മാസ്റ്റർ, അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിൽ പഠിച്ചിറങ്ങി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനെത്തിയ നല്ലവരായ നാട്ടുകാർ. നമ്മുടെ ഈ ഉദ്ഘാടന സെക്ഷൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ അവസാനിക്കുകയാണ്. അവസാനത്തെ ഈ ആശംസകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. മാസങ്ങളായി ഈ തിരികെ എന്ന പ്രോഗ്രാമിന് വേണ്ടി നമ്മുടെ സംഘാടകർ വളരെ അധികം പ്രയത്നിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഒരു നിമിഷത്തിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇവിടെ തുടങ്ങി ഇത് അവസാനിക്കുന്നത് വരെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ആവശ്യമാണ്. തുടർന്നുള്ള OSAയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നാട്ടുകാരെ നമ്മുടെയൊക്കെ സഹായ സഹകരണങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.